എടി നമ്മളെ പരിപാടി നിന്റെ കാമുകം നോക്കിയാ എടാ അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. നീ ഇപ്പത്തെ മുണ്ട് കളയാതെ. ആരടി ഇത്? എടാ അവ എന്റെ കുറച്ച് ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വിളിച്ചു വരുത്തിയതാണ് അവൻ. നമ്മളെ പരിപാടി നിന്റെ കാമുകം നോക്കിയാ എന്ത് ചെയ്യും? എടാ അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. നീ ഇപ്പത്തെ മുണ്ട് കളയാതെ. നീ അവന് മെസ്സേജ് തുടങ്ങിയപ്പോഴേ അവന്റെ എല്ലാം അപ്ഡേറ്റ് ഈ കുണച്ച പരിപാടി ഏതുവരെ പോകും നോക്കി നിൽക്കായിരുന്നു നമ്മള്. കഴിഞ്ഞ നിന്റെയൊക്കെ ടെസ്റ്റ്. എടാ ഞാൻ ഒരു ഹായ്ക്ക് റിപ്ലൈ കൊടുത്താൽ ഇനിയും നിന്നെ പോലെയുള്ളവന്മാർ എന്റെ പുറകെ വരും. നീ എന്നെ കേട്ടോണ്ടിരിക്കണ കുട്ടികളാണ്. ഇതിലൂടെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിന്നെ? പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാനൊരു കംപ്ലൈന്റ് കൊടുക്കും. നീ എന്നെ അടിച്ചെന്നല്ല, നീയൊക്കെ മൂന്നും കൂടെ എന്നെ കയറി പിടിച്ചെന്നു. പിന്നെ പത്രത്തിലും ചാനലിലും നിന്റെയൊക്കെ ഫോട്ടോ നിറഞ്ഞിരിക്കും. എന്റെ ഫോട്ടോയും വരില്ല, പേരും വരില്ല. അതിൽ മീഡിയസ് ആയിട്ട് തന്നൊരു പേരുണ്ട്, അതിജീവൻ. എല്ലാ വിവരമില്ലാത്തവരും ആദ്യം എടുത്തിടുന്ന ഒരു ആർഗ്യുമെൻ്റാണ് സ്ത്രീകൾ അവർക്ക് കിട്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനെ, അവരെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത്. എടോ, നമ്മുടെ നാട്ടിലെ എല്ലാ നിയമങ്ങളും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഇവിടെ മനുഷ്യരെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ എടുത്ത് മാറ്റുകയാണോ ചെയ്യുക? അല്ല. സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളുണ്ട് എന്ന് പറയുമ്പോഴും ഈ നിയമങ്ങൾ ഇവിടെ തുടരേണ്ട ആവശ്യകത എന്ന് പറയുന്നത് സ്ത്രീകൾ ഇന്നും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഈ തുല്യത എന്ന് പറയുന്ന എല്ലാ ആസ്പെക്റ്റിലും തുല്യത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലാത്തൊരു സാമൂഹിക ഘടനയാണ് ഇന്ത്യയിലുള്ളത്. അവിടുന്ന് നമ്മളൊരു മുന്നോട്ടുള്ള യാത്രയിലാണ്. പക്ഷേ ദുരുപയോഗം ചെയ്യുന്നതിന് ഇങ്ങനെ ഇത് ഭയങ്കര സംഭവമായിട്ട് ഇവിടെ ചെയ്യുന്ന കുറേ പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇതിനെ മാത്രം നിങ്ങളെടുത്ത് മുന്നിലേക്ക് വെക്കുമ്പോൾ ഈ നിയമങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ആളുകളെ നിങ്ങൾ അവഹേളിക്കുകയാണ്, പുച്ഛിക്കുകയാണ്, മാറ്റി നിർത്തുകയാണ്. ആ സംരക്ഷിക്കപ്പെടുന്ന ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ ഏത് നിയമത്തിനെ കുറിച്ച് പറഞ്ഞാലും നിയമം ദുരുപയോഗം ചെയ്ത ഒരു 100 പേരെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതിലും എത്രയോ മടങ്ങ് ആളുകൾ അവിടെ ആ നിയമം ഉള്ളതുകൊണ്ട് മാത്രം സംരക്ഷിക്കപ്പെട്ടു പോകുന്നു. ഈ കാണിക്കുന്നത് വൃത്തികേടാണ്. എൻ്റെ ഏറ്റവും അവസാനം ആ പെൺകുട്ടി പറഞ്ഞിട്ട് പോയ ഡയലോഗ്, അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് മാധ്യമങ്ങൾ ചാർത്തി കൊടുത്തിട്ടുള്ള പേരാണ് അതിജീവിത എന്ന്. അതിജീവിത എന്ന് പറയുന്നത് എല്ലാം തീർന്നു എന്ന് സമൂഹം വിചാരിച്ചിരുന്നെടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു പെൺകുട്ടി കാണിച്ച കരുത്തിനെ, അവൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്, ഇത് ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആവണം എന്ന് കരുതി നമ്മൾ വിളിക്കുന്നതാണ് അതിജീവിത എന്നുള്ളത്. അല്ലാതെ ഈ പേര് പറയാതിരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ കണ്ടെത്തുന്ന മാർഗമൊന്നുമല്ല. പിന്നെ പെൺകുട്ടിയുടെ പേര് പ്രസിദ്ധപ്പെടുത്താത്തത്, സ്ത്രീകൾ കുറ്റകൃത്യം ചെയ്യുമ്പോഴൊക്കെ അവരുടെ ഫോട്ടോയും പേരും പത്രങ്ങളിൽ അടിച്ചു വന്നിട്ടുണ്ട്, മാധ്യമങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു, എന്നോട് മോശമായി പെരുമാറി എന്ന് പറയുന്ന പരാതികളിലാണ് പരാതിക്കാരിയുടെ ഫോട്ടോയും പേരും ഒന്നും നമ്മൾ കാണാത്തത്. അത് ഈ ഇന്ത്യൻ നിയമം അവർക്ക് കൊടുക്കുന്ന സംരക്ഷണമാണ്. അങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ തന്നെ ഇവളാണ് ആള് എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് വാട്സപ്പിൽ ഫോർവേഡ് അടിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് കണ്ടിട്ട് വേണം. എന്തിനാണ് കണ്ടിട്ട് റീൽ ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ട് ഫേമസ് ആവുന്ന, പോപ്പുലർ ആവുന്നൊക്കെ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പക്ഷേ വിവരക്കേട് കാണിക്കുമ്പോൾ സൂക്ഷിക്കണം.